بسم الله الرحمن الرحيم ربي زدني علما كثيرا ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇന്ത്യ രാഷ്ട്രത്തിൽ ഈ ഒരു സമകാലികമായി ഏറ്റവും നേരിടുന്ന വളർന്നു വരുന്ന ഒരു പ്രശ്നമാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ വളർന്നു വരുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂസൈഡൽ തോട്ട്സ് അഥവാ ആത്മഹത്യാ ചിന്തകൾ പോലെയുള്ള മാനസിക രോഗങ്ങൾ. ഈ ഒരു രോഗങ്ങളെക്കുറിച്ച് WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ സർവേയിൽ പറയുന്നു, ഇന്ത്യ ജനതയിലെ ഓരോ 20-ൽ ഒരു യുവാവും ഈ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള മാനസിക രോഗം കൊണ്ട് ബാധിക്കുന്നവരാണെന്നാണ് ആ റിപ്പോർട്ട് നമുക്ക് പറയുന്നത്. ഏകദേശം 5,60,00,000 ആളുകൾ ഈ ഒരു രോഗങ്ങൾ കൊണ്ട് ബാധിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു രോഗം ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് മനഃശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രന്മാരുടെ, സൈക്കോളജിസ്റ്റുകളുടെ പ്രാധാന്യം ഉയർന്നത്. ഏതൊരു ആളുകൾ കൂട്ടമായി പ്രവർത്തിക്കുന്ന മേഖലകൾ, സ്കൂളുകൾ, അതേപോലെ തന്നെ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ സൈക്കോളജിസ്റ്റിനെ നിർമ്മിക്കണം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ കാരണം? ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ പ്രശ്നമായി വരുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ നേരിടേണ്ട പ്രശ്നങ്ങളിൽ അവൻ പിഴവുകൾ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഒരു പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ അവൻ സാധാരണ മനുഷ്യൻ അതിനെ ചിലപ്പം ദേഷ്യം കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിഷമം കൊണ്ട് ഒരു വേറെ പ്രവർത്തികളിലൊന്നും നിൽക്കാതെ അങ്ങനെ വിഷമിച്ച ഒരു മൂലയിൽ നിൽക്കും. അല്ലെങ്കിൽ കൂടിപ്പോയാൽ ജീവൻ ഒടുക്കുന്നത് വരെ പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഈ ഒരു പ്രശ്നം, പ്രതിസന്ധി എന്ന പ്രയോഗത്തിലുപരി ഇസ്ലാം പ്രയോഗിക്കുന്നത് പരീക്ഷണം എന്നാണ് ഇസ്ലാം പ്രയോഗിക്കുന്നത്. അള്ളാഹു ഒരു മനുഷ്യനുടെ ഈമാൻ എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു പ്രതിസന്ധികളൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടതെന്ന് കൂടി അള്ളാഹു ഖുർആനിലെ പറയുന്നുണ്ട്. അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഈ ഒരു ആയത്തിൽ അള്ളാഹു എങ്ങനത്തെ രീതികളിലൊക്കെ അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുമെന്നും അതേപോലെ തന്നെ ആ ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും അള്ളാഹു ഈ ആയത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി, പേടി കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. പിന്നെ പറയുന്നത് മിനൽ ജൂഇ, വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. അതേപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാൽ, മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത്, ഇതിനെയൊക്കെ കളഞ്ഞുകൊണ്ട്, അതൊക്കെ അവനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. അതേപോലെ തന്നെ മിനൽ അംവാലി വൽ അൻഫുസ്, മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ കൂടെയുള്ള നഫ്സുകൾ, അതായത് അവൻ്റെ കൂടെയുള്ള അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ അവനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എടുത്തുകൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. അപ്പോൾ ഇങ്ങനത്തെ പരീക്ഷണങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി അള്ളാഹു ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. വബശ്ശിരി സ്വാബിരീൻ, ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ ക്ഷമ ശീലിക്കുന്നവർക്ക്, സബർ കൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷവാർത്ത ഉണ്ട് എന്നാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സബറാണ് നമുക്ക് ഈ ഒരു പരീക്ഷണങ്ങളുടെ സൊല്യൂഷനായി വന്ന് നിൽക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സബർ കൊണ്ട്, ക്ഷമ കൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല, അവിടെ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സബർ വളർത്തിയെടുക്കണം. ഈ ക്ഷമ എന്നുള്ള ഈ ഒരു ശീലം പ്രവാചകന്മാരിൽ എല്ലാവരിടത്തും ഉണ്ടായിരുന്നു. നമ്മൾ അയ്യൂബ് നബിയുടെ ജീവിത ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിന് അള്ളാഹു വളരെ മോശമായിട്ടുള്ള ഒരു രോഗം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു.
ആ ഒരു രോഗം ഉണ്ടായതിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അദ്ദേഹം സബർ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നു. അതേപോലെ തന്നെ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തിന് സ്വന്തം സഹോദരന്മാർ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതേപോലെ അദ്ദേഹത്തിനെതിരെ കള്ള ആരോപണങ്ങൾ ഉണ്ടായി. അത് കാരണം തന്നെ അദ്ദേഹം കുറേ വർഷങ്ങൾ ജയിലിൽ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടും സബറോടുകൂടിയാണ് ജീവിച്ചത്. നമ്മളെ പ്രവാചകന്റെ കാര്യത്തിലും പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖവർഷമെന്ന് അറിയപ്പെടുന്ന ആമുൽ ഉസ്, ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഖദീജ ബീവിയും അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ഖുറൈശികളിൽ നിന്ന് സുരക്ഷിതനായി നോക്കിക്കൊണ്ടിരുന്ന അബൂ താലിബും മരണപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലോട്ട് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുന്നത്. ആ ഒരു സമയത്ത് ആ നാട്ടിലുള്ള ആളുകൾ ചെറിയ കുട്ടികളെ കൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞ് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രവാചകൻ ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഈ ഒരു അവസ്ഥയിലാക്കിയ ആ ഒരു സമൂഹത്തിനെ ആ ഒരു സമൂഹത്തിന്റെ മേലെ അദാബ് ഇറക്കാനായിട്ട് അള്ളാഹുവിൽ അനുവാദം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ഞാൻ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ആ സമുദായത്തിനെ നമുക്ക് നശിപ്പിക്കാം എന്ന് ജിബ്രീൽ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ, അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. ആ സമുദായത്തിൽ ഇനി വരുന്ന തലമുറയിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നവരായേക്കാം, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത് എന്നാണ് പ്രവാചകന്റെ മറുപടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ വളരെ മെച്യൂറായി കണ്ട് വളരെ സബറോടുകൂടി ആ ഒരു സന്ദർഭത്തിനെ ഹാൻഡിൽ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവേണ്ടത്. ചിലപ്പോൾ നമുക്ക് തോന്നാം അവരൊക്കെ പ്രവാചകന്മാരല്ലേ, നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരല്ലല്ലോ. സാധാരണ മനുഷ്യന്മാരിലും ഇങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടായിരുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആളുകൾ തന്നെ നോക്കണമെന്നില്ല. ഇപ്പൊ നമ്മളൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിലെ ജനങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബ അംഗങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെ അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ അവരുടെ പ്രശ്നമാണ് വിശപ്പ് എന്ന് പറയുന്നത്. അവർക്ക് കഴിക്കാൻ ആഹാരമില്ലാത്തൊരു അവസ്ഥയിലാണ് ആ ഗസയിലെ ജനങ്ങൾ. അപ്പൊ അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അടിയുറച്ച് നിൽക്കുക എന്നതാണ് നമ്മളെ സത്യവിശ്വാസികളുടെ ഗുണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ക്ഷമിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു വേറൊരായത്തിൽ ഇങ്ങനെ പറയുന്നു, ഇന്നമഅൽ ഉസ്രി യുസ്റ, തീർച്ചയായും എല്ലാ കഷ്ടങ്ങളിലും ഒരു എളുപ്പമുണ്ട് എന്നാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ക്ഷമിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സഹായം, ആ ഒരു എളുപ്പം എത്രയും പെട്ടെന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം, നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അയ്യൂബ് നബിക്ക് ആ ഒരു രോഗം കൊണ്ട് ക്ഷമിച്ചിരുന്ന ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും തിരിച്ചു നൽകി, അദ്ദേഹത്തിന്റെ സമ്പത്ത് എല്ലാം തിരിച്ചു നൽകി. അതേപോലെ യൂസുഫ് നബീനെ അദ്ദേഹം ക്ഷമിച്ചിരുന്ന കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനെ മിസ്രിലെ ഖജനാവുകളുടെ പ്രതിനിധിയായി മാറ്റി. അതേപോലെ പ്രവാചകൻ വളരെ കഷ്ടപ്പെട്ട് കുറേ സന്ദർഭങ്ങളിൽ ക്ഷമിച്ച് പ്രബോധനം നടത്തി. അതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു ഈ ലോകത്തിലെ പകുതിയിലേറെ ആളുകളെയും അള്ളാഹുവിൻ്റെ സത്യമതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫലസ്തീനിൽ ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുന്നവരെ അള്ളാഹു എത്രയും പെട്ടെന്ന് വിജയം നൽകുമാറാവട്ടെ. അപ്പോൾ ഈ ഇത്രയും സാഹചര്യങ്ങൾ നമ്മൾ ക്ഷമിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം നമ്മളെ മതത്തിൻ്റെ പേരിൽ നമ്മൾ അടിച്ചമർത്തപ്പെടാം, ചിലപ്പം കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ക്ഷമിച്ച് തവക്കുൽ ചെയ്തുകൊണ്ട് ആ ഒരു മാർഗത്തിൽ നിലച്ചു നിൽക്കുക എന്നതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സബറിനെ, ആ ഒരു ക്ഷമയെ നമ്മളെ ശീലത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിൻ്റെ പ്രീതി നേടി ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്കും എനിക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.